കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ SG കോഫി ടൈംസ് ചർച്ച തൃശൂർ പഴയ നടക്കാവിൽ നടക്കുകയാണ്. തത്സമയം ഈ GST എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ രാജ്യത്തിന്റെ നട്ടെല്ലായിട്ട് നിൽക്കുന്നത്. ആ GSTയിലേക്ക് ടാക്സ് കൊടുക്കുന്നതിനകത്ത് യാചകർ വരെ ഉണ്ട് അല്ലേ? 28% കൊടുത്തിരുന്ന യാചകർ വരെ ഉണ്ട്. അതിൽ ഗണ്യമായ മാറ്റമാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. 28 ബ്രാക്കറ്റിലുണ്ടായിരുന്നത് പലതും 12ലേക്ക് പോയി. 18 ഏതാണ്ട് എനിക്ക് തോന്നുന്നു അങ്ങ് തീർത്തുമില്ലാതായിട്ടുണ്ട്. പലതും 5ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ പൂർണ്ണമായ ഗുണം ജനങ്ങൾക്കാണ്, ഉപഭോക്താവിനാണ് എന്ന് പ്രധാനമന്ത്രി സെപ്റ്റംബർ 1 മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അവർക്ക് വേണ്ടിയാണ്. കച്ചവടക്കാരന് പഴയ GST അടക്കമുള്ള റേറ്റിൽ വിറ്റ് GSTയിൽ വന്ന കുറവ് കച്ചവടക്കാരനുള്ള ലാഭം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് തെറ്റാണ്, അത് ക്രിമിനലായ കുറ്റമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഉപഭോക്താവിനെയും കൂടി ദൈവമായി കാണുക എന്ന് പറയുന്ന ഒരു സ്ലാഷിങ്ങിലേക്കാണ് GSTയുടെ റേറ്റ്സ് നമ്മൾ പല ബ്രാക്കറ്റുകളും വെട്ടിക്കുറച്ചത്. അത് ജീവിതത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ എന്ന നിലയ്ക്കൊരു കണക്കെടുത്തു. പിന്നെ ജീവിതത്തിന് അത്യാവശ്യമായ ഉൽപ്പന്നം എന്ന് പറയുന്നതിനകത്ത് ഇപ്പം ലക്ഷറിയിൽ നിന്ന് വളരെ അത്യാവശ്യകത എന്ന് പറയുന്ന ബ്രാക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് എയർ കണ്ടീഷണറും റെഫ്രിജറേറ്ററും ഇല്ലേ? ചുമട്ടുതൊഴിലാളികളുടെ വീട്ടിലൊക്കെ എയർ കണ്ടീഷണറുണ്ട്. അതൊരു അത്യാവശ്യകതയായി, അവരുടെ മക്കൾക്കത് വലിയ അത്യാവശ്യകതയായി വന്നിരിക്കുകയാണ്. അപ്പം ലക്ഷറി എന്ന് നമ്മൾ പണ്ട് പണക്കാരൻ്റെ വീട്ടിൽ മാത്രം കണ്ടിരുന്ന പല ഉൽപ്പന്നങ്ങളുടെയും ലഭ്യത അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള കഴിവിന് പിന്തുണ നൽകുന്നതിനായിട്ടാണ് ആ ബ്രാക്കറ്റുകൾ ഇപ്പം ഉടച്ച് വാർത്തിട്ടുള്ളത്. അതിനെയും തുടരും. നമുക്ക് ഇതിനകത്തുനിന്ന് വോളിയം ഓഫ് സെയിൽ എന്ന് പറയുന്നത് ജനങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് തോന്നി വാങ്ങൽ ശക്തി കൂട്ടിയാൽ മാത്രമാണ് MSMEയുടെ കീഴിലുള്ള ആൾക്കാർക്കും ഒരു ഗവൺമെൻറ്റിൻ്റെയും സഹായം ആവശ്യമില്ല, പിന്തുണ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വളരാൻ സാധിക്കും. ഉൽപാദന ശേഷി വർദ്ധിക്കണമെങ്കിൽ ഗ്യാരണ്ടീഡായിട്ടൊരു വാങ്ങൽ ശേഷി നമുക്ക് മുന്നിൽ നമുക്കിങ്ങനെ ഒരു വിഷനിൽ കാണാൻ സാധിക്കണം. ആ ഒരു സ്കേപ്പ് വളർത്താൻ വേണ്ടിയുള്ള ശ്രമം എന്ന് പറയുന്നത് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഉൽപാദകരുടെയോ മാത്രം ലക്ഷ്യമായിരിക്കരുത്. ഇത് വ്യവഹാരത്തിലൂടെ പെരുമാറുന്ന ഒരു വിഭാഗം പ്രധാനമായിട്ടും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ SG കോഫി ടൈംസ് ചർച്ച തൃശൂർ പഴയ നടക്കാവിൽ നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.